ഈ അനുഗ്രഹീതമായിരിക്കുന്ന രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവമുഖത്തേക്ക് നോക്കി ദൈവീയ വിടുതലിനായി കാത്തിരിക്കുന്ന ദൈവജനത്തിന് നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കത്തക്ക വിധം ഈ വിധത്തിൽ ഒരു വിലപ്പെട്ട അവസരം ജീവിതത്തിൽ ഭാഗ്യമായി ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഉപവാസത്തിൻ്റെയും ആത്മീയ പോരാട്ടത്തിൻ്റെയും 3-ാമത്തെ ദിവസമാണ് ഇന്ന് എന്ന് മനസ്സിലാക്കുന്നു. ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട ബിജു ചെറിയാൻ പാസ്റ്ററുമായി ബഹുമാന്യ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ദീർഘവർഷങ്ങളുടെ പുറകിലുള്ള മറക്കാൻ കഴിയാത്ത ആത്മബന്ധം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഈ മേഖലയിൽ നടന്ന ഒരു ഐക്യ കൺവെൻഷനിൽ ദൈവവചനം പ്രസംഗിക്കുവാൻ എത്തിച്ചേർന്നതിനോടനുബന്ധിച്ച് ആ കൊച്ചു കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും അതിലുപരിയായി ഞങ്ങൾക്ക് ഒരുമിച്ച് പാർത്ത് ഈ പ്രദേശത്ത് പലയിടങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്യുവാൻ ഉള്ള ആ സന്ദർഭമുണ്ടായി. മറക്കാൻ കഴിയാത്ത ഏതോ അദൃശ്യമായൊരു ആത്മബന്ധം ഞങ്ങൾക്ക് തമ്മിൽ ദൈവം നൽകി തന്നു. പിന്നീടുള്ള യാത്രയിൽ ഇടയ്ക്ക് മറ്റൊരു കൺവെൻഷൻ വേദിയിൽ വെച്ച് ഒന്ന് കണ്ടു പിരിഞ്ഞു എന്നല്ലാതെ കൂടുതൽ ഞങ്ങൾക്ക് ആശയവിനിമയം ചെയ്യുവാൻ അവസരമില്ലെങ്കിലും പ്രഭാഷണ വേദികളിൽ നിരവധി പ്രാവശ്യം മറ്റ് പലയിടങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് ബഹുമാന്യ കർത്തൃദാസൻ്റെ നിഷ്കളങ്കമായ സേവന സന്നദ്ധതയും ആത്മാർത്ഥതയും പലപ്പോഴും എൻ്റെ മനസ്സിൽ നിഴലിച്ച് നിൽക്കുന്നത് കൊണ്ട് വല്ലാത്ത ഒരു വൈകാരിക അനുഭവം തൻ്റെ ദാസൻ്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്മരണയിൽ ഓടിയെത്തുന്ന ചുരുക്കം ചില ദൈവഭൃത്യന്മാരിൽ ഒരാളാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ചെറിയാൻ. അദ്ദേഹത്തെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് കണ്ടപ്പോൾ വർദ്ധിച്ച സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ദൈവം നൽകിയിട്ടുള്ള ആത്മീയ ബന്ധങ്ങൾ എത്ര വലുതാണ്. പരസ്പരം എപ്പോഴും കാണുവാനും പരിചയപ്പെടുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും അവസരമുണ്ടാകുന്നില്ലെങ്കിലും മറക്കാൻ കഴിയാത്ത ചില കടപ്പാടുകളോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ കഴിയുന്ന ചില ബന്ധങ്ങൾ ദൈവം നൽകിയതോർത്ത് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ അപ്പോഴത്തെ പാർപ്പും യാത്രയും സംബന്ധിച്ചൊക്കെ സ്മരണയിൽ ഓടിയെത്തുന്നുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിധി മനസ്സിലാക്കിക്കൊണ്ട് അതിവേഗം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാനായി കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ ദാസൻ കർത്താവിന് സ്തോത്രം പാസ്റ്റർ കെ എ ജോൺ അവറുകൾ ഞങ്ങൾക്കൊരുമിച്ച് പല വേദികളിലായിരിക്കാൻ ലഭ്യമായ അവസരങ്ങൾ ഓർക്കുന്നു. ദൈവഭൃത്യൻ്റെയോടുകൂടെ ഈ വേദി പങ്കുവെക്കാൻ ദൈവം അവസരം നൽകിയല്ലോ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിയ സാംസൺ ചെങ്ങന്നൂർ നിരവധി വേദികളിൽ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരനുമായി ആത്മീയ ശുശ്രൂഷ പങ്കിടാൻ അവസരമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾക്കൊന്നിച്ചുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും കടന്നു പോകുന്നതിൻ്റെ തൊട്ട് തലേ ചില മണിക്കൂറുകൾക്കുള്ളിലും ഈ രാജ്യത്ത് ഞങ്ങൾക്കൊന്നിച്ചായിരിക്കാൻ ദൈവം അവസരമൊരുക്കിയത് ദൈവനിയോഗത്തിൻ്റെ ഭാഗ്യമായി കരുതുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കാം. എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിൽ ഏകാഗ്രമാകട്ടെ. എല്ലാ മനസ്സുകളും കർത്തൃസന്നിധിയിൽ കേന്ദ്രീകരിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവെന്നോട് ഇടപെടണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ദൈവസന്നിധിയിൽ അല്പമിനിറ്റുകൾ സ്തോത്രത്തിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ഗ്ലോറി ഹല്ലേലൂയ. ഒരു വായും മൗനമായിരിക്കരുത്, ഒരധരങ്ങളും പൂട്ടിയിരിക്കരുത്. ഇന്ന് രാത്രി ഈ 1 മണിക്കൂർ 1.25 മണിക്കൂർ ജീവൻ്റെ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ അന്ധകാര ശക്തികൾ ബന്ധിച്ചൊതുക്കിയിരിക്കുന്നതിലെ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന രാത്രിയായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് സ്തോത്രത്തിൽ ജാഗരിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അപ്പ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച അങ്ങയുടെ തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ആർത്തിയോടെ ദാഹത്തോടെ ദൈവീയ വിടുതലുകൾ പ്രാപിപ്പാനുള്ള കൊതിയോടെ ഈ നീണ്ട ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി കടന്നു വന്നിരിക്കുന്ന ഈ ജനത്തോട് അങ്ങ് കരുണ കാട്ടണമേ. ഇന്ന് രാത്രി ആത്മാവിൻ്റെ പന്തിയിൽ ഞങ്ങളെ ഇരുത്തണമേ. പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ ദൈവാത്മാവ് തീർക്കണമേ. കർത്താവ് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കുക.
വളരെ പ്രാർത്ഥനയോടുകൂടെ തികച്ചും ദൈവാശ്രയത്തോടുകൂടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ നീണ്ട 21 ദിന ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം രാത്രിയിൽ ക്ഷണിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യവും ശബ്ദമൊന്ന് ഉയർത്തി വായിച്ച് സഹായിക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ ആ ആ ആ ആ ആ 3 ആഴ്ച വട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സാധു ഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല. എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദെക്കൽ എന്ന മഹാനദീ തീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഭാസ്തംഗം കൊണ്ട് കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിലെ 3-ാം വാക്യം കൂടെ വേഗം വായിച്ച് സഹായിച്ചാണ്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ നാം തിരുവെഴുത്തുകളുടെ മുൻപിൽ ഇരിക്കുകയാണ്. അടുത്ത 1 മണിക്കൂർ സമയം ഈ വചനം നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇവിടെ ഏകാഗ്രമാകണം. ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു കലാപരിപാടിയല്ല, നിങ്ങളെ ചിരിപ്പിക്കാൻ വിളിച്ചു കൂട്ടിയിരിക്കുകയുമല്ല. നിങ്ങൾ ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ മുൻപിൽ ആത്മപരിശോധന ചെയ്ത് എഴുന്നേൽക്കുന്ന രാത്രിയാകണം. സാധാരണ പ്രാർത്ഥന ഒരു കത്തയക്കലാണെങ്കിൽ സ്തോത്രം, ഉപവാസ പ്രാർത്ഥന ഒരു അർജൻറ്റ് ടെലഗ്രാമാണ് എന്ന് ഒരു പഴയ ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ഓർക്കുക, സാധാരണ പ്രാർത്ഥനയേക്കാൾ ശക്തമാണ് ഉപവാസ പ്രാർത്ഥന. ഒരു അനുഗ്രഹീതനായ കർത്തൃദാസൻ നീണ്ട ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയെ വിശകലനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ അത്ലറ്റുകൾ ലോങ് ജമ്പ് ചാടാറുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വലിയൊരു ദണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയൊരു പൊസിഷനിലേക്ക് എത്തിയിട്ട് ആ പൊസിഷനിൽ ദണ്ട് ഉറപ്പിച്ചിട്ട് ആ ദണ്ടിൽ കുത്തി ഉയർന്ന് ചാടുന്ന ഒരു പ്രത്യേകതരം ചാട്ടമുണ്ട്. അത് തമ്മിൽ ഉള്ള വ്യത്യാസം ഭയങ്കരമാണ്. സാധാരണ ചാട്ടമാണ് സാധാരണ പ്രാർത്ഥനയെങ്കിൽ 21 ദിന ഉപവാസ പ്രാർത്ഥന ദണ്ണിൽ കൂടെ ചാടുന്നത് പോലെ അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരമാണ്. ദൈവമക്കൾ അതിൻ്റെ ഗൗരവം തിരിച്ചറിയണം. ആത്മലോകം തുറക്കുന്ന പ്രാർത്ഥനയാണ് 21 ദിന ഉപവാസ പ്രാർത്ഥന. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾ കടന്നു കുറിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകം ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നു എന്ന വസ്തുത ഗ്രഹിച്ചുകൊണ്ട് ജീവൻ പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന രംഗമാണ് ഉപവാസ പ്രാർത്ഥന. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അതിൻ്റെ ഗൗരവത്തോടെ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയിൽ ഏറ്റവും കനത്ത ശക്തി 21 ഉപവാസ പ്രാർത്ഥനയിലുണ്ട്. 3 ദിവസം, 7 ദിവസം, 21
31 ദിവസം 40 ദിവസം സന്ധ്യ മുതൽ സന്ധ്യ വരെ യാമങ്ങൾ, ഈ നിലയിലെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും സമയം വേർതിരിച്ചിട്ടുണ്ട്. നെസ്റ്റേ എന്ന ഒരു മൂലപ്രയോഗമാണ് ഉപവാസം എന്നതിനോടനുബന്ധിച്ച് വേദപുസ്തക വിവർത്തകന്മാർ നൽകിയിട്ടുള്ളത്. പൊരുന്നിരിക്കുക, അടയിരിക്കുക എന്നതാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം. ഇത് പറഞ്ഞാൽ ഒരു പക്ഷി തൻ്റെ മുട്ടയുടെ പുറത്ത് 7 ഗുണിതങ്ങളായ, ഓരോരോ പക്ഷികൾക്കും വ്യത്യസ്ത ഘട്ടങ്ങളാണ് അടയിരിപ്പ് കാലം. 7 ഗുണിതങ്ങളാണ് അത് മുഴുവൻ. അങ്ങനെ 7 ഗുണിതങ്ങളായ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടം, അതാത് പക്ഷി മുട്ടയുടെ പുറത്ത് അടയിരുന്ന് കഴിഞ്ഞാൽ അടയുടെ സമയം ആ പക്ഷി സാധാരണ നിലയിൽ കൂടുതൽ പുറത്തു പോകാറില്ല. അത് ഭക്ഷണം കഴിക്കാൻ ഒക്കെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കുകയുള്ളൂ. മഴയായാലും വെയിലായാലും ശീതമായാലും ചൂടായാലും ആ മുട്ടയുടെ പുറത്ത് മാത്രം അതിൻ്റെ ചൂട് കേന്ദ്രീകരിക്കപ്പെട്ട് അതിൻ്റെ ക്ലോക്ക് ടൈം കഴിഞ്ഞു കഴിയുമ്പോൾ ആ മുട്ടയ്ക്കകത്ത് നിന്ന് കരു ജീവനായി പൊട്ടി പുറത്തു വരുന്നത് സത്യമാണെങ്കിൽ, ഉപവാസ പ്രാർത്ഥനയുടെ ആത്മീയ പോരാട്ടം നടക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ ഒരു ദൈവപ്രവൃത്തിയായി മോടം പൊട്ടി ജീവനായി പുറത്തു വരും. അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നേരിട്ട് കാണുന്ന ദിവസങ്ങളായിരിക്കും ഉപവാസ പ്രാർത്ഥനയുടെ ദിനങ്ങൾ. ഇനിയും 21 ഉപവാസ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് പറയാം. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറിയാഗമാണ്. ദൈവത്തിന് സ്തോത്രം. വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറിയാഗത്തിലൂടെ അല്ലാതെ ആരും രക്ഷയിൽ വന്നിട്ടില്ല. ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒക്കെ സത്യത്തിൽ വന്നത് വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറിയാഗത്തിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്തു. അങ്ങനെയാണെങ്കിൽ വചനത്തിൻ്റെ അച്ചടിമഷി പുരണ്ട രൂപമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വചനമെങ്കിൽ, വചനത്തിൻ്റെ മജ്ഞയും മാംസവും മേധസ്സും പൂണ്ട രൂപമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറിയാഗമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 15 വർഷം, കഴിഞ്ഞ 20 വർഷം, കഴിഞ്ഞ 30 വർഷം, കഴിഞ്ഞ 40 വർഷം ഒക്കെ സത്യത്തിൽ നിലനിന്ന ഒരുപാട് ഭക്തന്മാർ ഈ ആത്മീയ മണ്ഡലത്തിലുണ്ട്. നമ്മെ രക്ഷയിൽ നിലനിർത്തുന്ന ഘടകം ഈ ജീവൻ്റെ വചനമാണ്. ഒരു വസ്തുത ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വചനത്തിലൂടെ രക്ഷയിലേക്ക് വന്ന നാം ജീവിതത്തിൻ്റെ സുഖകാലങ്ങളിൽ വചനത്തിൽ ഉറയ്ക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരിശോധനാ ഘട്ടങ്ങളിൽ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ വചനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്ന, എൻ്റെ ഭാഷ തെറ്റിദ്ധരിക്കരുത്, ഒരു ഇക്കിളി പ്രയോഗമായി ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകൾ അധപ്പതിച്ചിരിക്കുമ്പോൾ വൈകാരികതകളിലൂടെ ജനത്തിൻ്റെ മുതലെടുപ്പ് നടത്താനല്ല ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്. ഇതിനകത്ത് യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വചനത്തിൽ ഉറയ്ക്കണം. ആ വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ പുസ്തകം നിങ്ങളെല്ലാവരും വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, ഇന്ന് രാത്രി വചനത്തിൽ ഉറയ്ക്കാൻ നീ എനിക്ക് കൃപ തരണേ എന്ന് ദൈവമക്കൾ ശബ്ദം ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചേ. ഈ വചനത്തിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ടതാണ് ആത്മീയ പോരാട്ടം എന്ന സബ്ജക്റ്റ്. നമുക്ക് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അക്രൈസ്തവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരനെ സംബന്ധിച്ച് സാധാരണ പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അക്രൈസ്തവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശാരീരികമായി അസ്വസ്ഥതയുണ്ടായപ്പോൾ, സ്തോത്രം, ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നു, ക്യാൻസർ രോഗം. അത് 4ാം തലം കഴിഞ്ഞിരിക്കുന്നു, 4ാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ആകെപ്പാടെ സമനില തെറ്റി, സമചിത്ത തകർന്നു. ഈ പ്രിയപ്പെട്ടവൻ വളരെ മാനസികമായൊരു തകർച്ചയിലെത്തി. ബാങ്കിൽ മാനേജരാണ് അദ്ദേഹം. നായർ കുടുംബത്തിൽ ജനിച്ചയാളാണ്. കുടുംബവക കുളവും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും ഒക്കെയുള്ളൊരു പാരമ്പര്യം
പാരമ്പര്യ ഹൈന്ദവ ഫാമിലിയിലാണ്. എന്തായാലും വേണ്ടില്ല, ബാങ്കിലെത്തുമ്പോൾ ബാങ്കിൽ ഒപ്പിടേണ്ടാത്ത ഇടത്തൊക്കെ കയറി ഒപ്പിടേണ്ട ഇടത്തൊന്നും ഒപ്പിടത്തില്ല. ആകെ കുഴഞ്ഞു മറിയുകയാണ്. ഈ സമയത്ത് ആ ബാങ്കിലെ അറ്റൻഡറായൊരു പെന്തക്കോസ്തുകാരൻ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, സാറേ, ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, നിങ്ങൾ ഭാര്യയുമായി യോഗത്തിന് വാ, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് അവളെ സൗഖ്യമാക്കും. പെന്തക്കോസ്തുകാരുടെ ഈ ആരാധനയും ശബ്ദകോലാഹലങ്ങളുമൊന്നും ഇഷ്ടമില്ലെന്നുള്ള മട്ടിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം തട്ടിപ്പായാലും പരീക്ഷിച്ച് നോക്കാൻ ആൾക്കാർ തയ്യാറാകില്ലേ? വൈകിട്ട് തട്ടിപ്പായാലും വേണ്ടുകയില്ല, ഈ കൂട്ടരെ പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരിയും ഇദ്ദേഹവും കൂടെ യോഗത്തിന് വന്നു. യോഗത്തിൻ്റെ ഏറ്റവും പുറകിൽ സാരിത്തലപ്പൊക്കെ തലയിലൂടെ വലിച്ചിട്ട് ഈ ഉച്ച ശബ്ദം ഒന്നും ഇഷ്ടമില്ലെന്നുള്ള മട്ടിൽ കുനിഞ്ഞിരിക്കുന്ന സമയം നടുവിലൂടെ നടന്നു എന്ന തലയിൽ കൈവച്ച് പ്രവചനാലോചന പറഞ്ഞ കർത്തൃദാസൻ തലയിൽ കൈവച്ചൊരു ദൂത് പറഞ്ഞ ദൂത് ഇതാണ്: നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചുമാറ്റി നിനക്ക് വിടുതൽ തരാൻ യേശുവിൻ്റെ കരം ചലിക്കുന്നു. ഈ ശരീരം ഷിവർ ചെയ്യാൻ തുടങ്ങി. അത്ഭുതകരമായി അവൾ സൗഖ്യം പ്രാപിച്ചു. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു, റിപ്പോർട്ട് വന്നു, അവൾക്ക് ക്യാൻസർ രോഗമില്ല. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറയാം, ഇന്ന് രാത്രിയും കരയുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്താൻ ആ കരം ബലത്തോടെ ചലിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ആ കുടുംബം പെന്തക്കോസ്തലായി. ഹൈന്ദവ പശ്ചാത്തലത്തിൽ കുടുംബവക കുളം ഒക്കെയുള്ള പാരമ്പര്യ ഹൈന്ദവ നായർ തറവാട്ടിൽ നിന്നും വിശ്വാസത്തിൽ വന്നാൽ ശക്തമായ എതിർപ്പുണ്ടാകും. ഭയങ്കര എതിർപ്പുണ്ടായി. എങ്കിലും ഈ കുടുംബം പിടിച്ചു നിന്നു. ഈ സഹോദരി രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് LKG പഠിക്കുന്ന സമയം ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ വഴിവക്കിൽ കാത്തു നിൽക്കുകയാണ്. എതിർവശത്തുകൂടെ പാഞ്ഞു വന്ന ഒരു അംബാസഡർ കാർ ഈ കുട്ടിയെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വഴി ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഇടിച്ചു തെറിച്ച് 11 kV ലൈൻ്റെ ഭാഗത്തേക്ക് വരെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിട്ട്, ഇലക്ട്രിക് ലൈനിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിട്ട് താഴേക്ക് വീണ ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് കൂടെ വണ്ടിച്ചക്രം കയറി ഇറങ്ങുന്ന കാഴ്ച പെറ്റ തള്ള നോക്കി നിൽക്കുകയാണ്. ചിതറിക്കിടക്കുന്ന ആ അവശിഷ്ടങ്ങളെ നടുറോഡിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ നെഞ്ചോട് വലിച്ചടുപ്പിച്ച് അവൾ അലറി. സമനില വെറ്റുപോയി, സമചിത്തത തകർന്നു. പോസ്റ്റ്മോർട്ടവും ശവമടക്കും ഒക്കെ കഴിഞ്ഞു. ആളുകൾ പറഞ്ഞത് കേൾക്കണോ? കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. ക്രമേണ അവർ ആരാധനയ്ക്ക് വരാതെ വന്നു. ഇടയ്ക്ക് ഒരു മന്ത്രവാദിയെ വിളിപ്പിച്ച് ലക്ഷണം വെപ്പിച്ച് നോക്കി. ചുരുക്കി അങ്ങ് പറയാം, ഇന്നവർ വിശ്വാസത്തിലില്ല. ഞാൻ എന്തിനാണ് തുടക്കത്തിൽ ഈ സംഭവം പറഞ്ഞതെന്നറിയാമോ? ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും സത്യത്തിലേക്ക് വന്നത് അനുഭവം പ്രാപിച്ചതുകൊണ്ടാണ്. വേദശാസ്ത്രം പഠിച്ചിട്ടല്ല നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നത്. നമ്മളൊക്കെ അനുഭവം പ്രാപിച്ച് വിശ്വാസത്തിലേക്ക് വന്നവരാ. എന്നാൽ നിങ്ങളൊരു സത്യം ഗ്രഹിക്കണം. ഒരിക്കൽ ഒരനുഭവം പ്രാപിച്ച് സത്യത്തിലേക്ക് വന്ന നിങ്ങളെ കാത്തു നിൽക്കുന്നത് എന്നും മാധുര്യമുള്ള അനുഭവമായിരിക്കയില്ല. കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോളവും, വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോളവും, മുൻപും പിൻപും ആയവൻ അൻപോടെന്നെ നടത്തും, മുൻപും പിൻപും ആയവൻ അൻപോട്. ഒരു വസ്തുത ഓർക്കുക, നാം ഒക്കെ സത്യത്തിലേക്ക് വന്നത് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ്. എന്നാൽ എന്നും നമ്മളെ കാത്തിരിക്കുന്നത് ഈ അത്ഭുതങ്ങളുടെ അനുഭവമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കൈപ്പോടെ കരയുന്ന കറുത്ത ദിവസങ്ങളും നമ്മെ കാത്തിരിപ്പുണ്ട്. എന്നാൽ നന്മയായാലും തിന്മയായാലും
ഉയർച്ചയായാലും തളർച്ചയായാലും പുരോഗതിയായാലും അധോഗതിയായാലും കുതിപ്പായാലും കിതപ്പായാലും എൻ്റെ ഊർദ്ധശ്വാസം അവസാനിക്കുന്നത് വരെ ഞാൻ കൃപയിൽ നിൽക്കും എന്ന് പറയാൻ കഴിയണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കിന്ന് രാത്രിയിൽ വചനത്തിൽ ഉറയ്ക്കാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവ് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപറ്റം ആത്മീയരായ ദൈവമക്കൾ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ അത് ഉയർത്തി നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ തകർത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ കൈകളിൽ എത്തിക്കത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. വളരെ ശാന്തമായി പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഗൗരവമേറിയ വേദഭാഗമാണ് ദാനിയേൽ പ്രവചനം. രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനം മൊത്തം 12 അധ്യായങ്ങളാണ് ഉള്ളത്. 21 ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല ചിത്രം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ദാനിയേൽ പ്രവചനം 10-ാം അധ്യായമാണ്. ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് 1-2 കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. സമയത്തിൻ്റെതനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ അത് പങ്കുവയ്ക്കാം. ദാനിയേൽ പ്രവചനം 12 അധ്യായങ്ങളിൽ 1-ാം അധ്യായം പ്രവാസ ചരിത്ര വർണ്ണനയാണ്. 2-ാം അധ്യായം ചതുർവിധ ലോഹനിർമ്മിതമായ ഒരു ബിംബത്തിൻ്റെ ദർശനമാണ്. 3-ാം അധ്യായം ദുരാസമഭൂമിയിൽ നിർത്തിയ ഒരു സ്വർണ്ണബിംബത്തിൻ്റെ ചിത്രമാണ്. 4-ാം അധ്യായം ഒരു വൃക്ഷ ദർശനമാണ്. 5-ാം അധ്യായം ബെൽസസറിൻ്റെ കൊട്ടാരഭിത്തിയിൽ വെളിപ്പെട്ട ദൈവകോടതിയുടെ മെനെ മെനെ തെക്കേലു ഫാർസി എന്ന കൈയെഴുത്താണ്. 6-ാം അധ്യായം ദാനിയേൽ സിംഹഗുഹയിലാണ്. 7-ാം അധ്യായം 4 വന്യമൃഗങ്ങളുടെ ദർശനമാണ്. 8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഈ 2 ജീവികളുടെ ചിത്രീകരണവും എതിർക്രിസ്തുവിൻ്റെ പശ്ചാത്തലവുമാണ്. 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ കണക്കാണ്. 11-ാം അധ്യായം എതിർക്രിസ്തുവിൻ്റെ വംശാവലി പരമ്പര പട്ടികയാണ്. 10-ാം അധ്യായം ഒരു മഹാദൂതൻ്റെ പ്രത്യക്ഷതയാണ്. 12-ാം അധ്യായം ഈ പുസ്തകം മുദ്രയിടാൻ ഉള്ള മുന്നറിയിപ്പാണ്. നമുക്കറിയാം, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നീ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട് തൃത്വത്തിൽ 2-ാമനായ ദൈവത്തിൻ്റെ ഓമനകുമാരൻ ഇറങ്ങി വന്ന് ദാനിയേലിനെ അന്ത്യയാത്ര അയക്കുന്ന രംഗത്തോടുകൂടെയാണ് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം തിരശീല വീഴുന്നത്. ഇന്ന് ഇറാനിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ സൈറസിൻ്റെ കല്ലറയോട് ചേർന്ന് ദാനിയേൽ പ്രവാചകൻ്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ചരിത്ര യാഥാർത്ഥ്യമാണിത്. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദാനിയേൽ പ്രവചനം ചരിത്രത്തോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന ഗ്രന്ഥമാണ്. നിരവധി തെളിവുകൾ ചരിത്രത്തിൽ നിന്നും എടുത്തു പറയേണ്ടതുണ്ട്. ദാനിയേൽ പ്രവചനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് മുൻപിൽ അല്ലാതെ അലക്സാണ്ടർ ചക്രവർത്തി പോലും മുട്ടുമടക്കിയിട്ടുണ്ട്. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്റ്റ് ആക്രമിക്കാൻ കടന്നു പോകുന്ന സമയം നേരെ ദേവാലയക്കുന്നിൻ്റെ തൊട്ട് താഴെയുള്ള മെഗിദ്ദോ താഴ്വരയിൽ വിശ്രമിക്കുന്ന സമയം യാദുവ എന്ന മഹാപുരോഹിതൻ അന്ന് യെരൂശലേമിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ദർശനത്തിൽ അത് പടിഞ്ഞാറ് നിന്ന് സർവ്വഭൂതലത്തിലും കൂടെ ഒരു ആട്ടുകൊറ്റൻ കണ്ണുകൾക്ക് നടുവിൽ ഒറ്റക്കൊമ്പനായി വെളിപ്പെടും എന്ന് പറഞ്ഞത് നിന്റെ മൂക്കിൻ്റെ കീഴിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നാളെ രാവിലെ ചെണ്ടകളടിച്ച് പാട്ടുപാടിക്കൊണ്ട് അവനെ സ്വീകരിച്ച് അവൻ്റെ ഭാവി നമ്മുടെ കൈകളിലുള്ള ഗ്രന്ഥത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം എന്ന ഒരു വെളിപ്പാട് കിട്ടിയതനുസരിച്ച് അദ്ദേഹം സഹപ്രവർത്തകരോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ യുദ്ധമേഖലയിലേക്ക് ചെന്ന് കുതിരപ്പുറത്ത് കയറി യുദ്ധസന്നദ്ധനായിരിക്കുന്ന അലക്സാണ്ടറിൻ്റെ മുൻപിൽ എത്തിച്ചേരുകയും അലക്സാണ്ടർ ഇദ്ദേഹത്തെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും അതേ തുടർന്ന് അലക്സാണ്ടർ സൈന്യസമേതനായി ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലേക്ക് വരികയും പ്രാകാരത്തിലെ പീഠത്തിൽ ദാനിയേൽ പ്രവാചകൻ അതിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് വരുന്നത് വരെ അലക്സാണ്ടറിനെ ഇരുത്തിയതിന് ശേഷം അകത്തോട്ട് ചെന്ന് ദാനിയേൽ പ്രവാചകൻ്റെ ചുരുൾ എടുത്തുകൊണ്ട് വന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാവിയെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് സർവ്വഭൂതലത്തിലും കൂടെ ഒറ്റക്കൊമ്പനായി കോലാട്ടുകൊറ്റൻ വരും എന്ന് എഴുതി വച്ചിരിക്കുന്ന
ചോദിക്കുന്നത് താങ്കളെക്കുറിച്ചാണ്. അദ്ദേഹം അതിനു മുൻപിൽ നമസ്കരിച്ചതിന് കാരണമുണ്ട്. തൊട്ടുപുറകിലുള്ള യുദ്ധത്തെക്കുറിച്ച് അറിയാവുന്ന അലക്സാണ്ടർ ചക്രവർത്തി സിറിയയിലെ അർബല്ലയിൽ വെച്ച് നടന്ന ഗാനിക്കസ് നദീതീരത്തെ യുദ്ധത്തിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ അവസാനത്തെ കണ്ണിയായ ദാരിയൂസിനെ ഒരു കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് തള്ളിയിട്ട് നെഞ്ചിൽ ചവിട്ടി വിജയം ആഘോഷിച്ച ചരിത്രം ഇതുമായി ചേർത്ത് വെച്ച് ചിന്തിച്ചപ്പോൾ താൻ ജനിക്കുന്നതിന് മുൻപ് തൻ്റെ ഭാവി എഴുതി വെച്ച ഇതുപോലൊരു പുസ്തകം ലോകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു, എൻ്റെ ഭാവിയെക്കുറിച്ച് വല്ലതും ആ പുസ്തകത്തിലുണ്ടോ? അപ്പോൾ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം യാദുവ വായിച്ച് കേൾപ്പിച്ചു. അവൻ വാണിരുന്നത് പോലെയല്ല, അവൻ്റെ രാജ്യം ആകാശത്തിലെ 4 കാറ്റുകൾക്ക് നേരെ നിർമൂലമായി അന്യരുടെ കരങ്ങളിൽ അമരും. നിങ്ങൾ ഓർക്കണം, അലക്സാണ്ടർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് 4 പിന്തുടർച്ചാവകാശികൾ ഉണ്ടായിരുന്നു. 1 അദ്ദേഹത്തിൻ്റെ മകൻ, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഇല്ലീഗലായൊരു പുത്രൻ, 3 അദ്ദേഹത്തിൻ്റെ സഹോദരൻ, 4 അദ്ദേഹത്തിൻ്റെ അർത്ഥ സഹോദരൻ. എന്നാൽ ലിസിമാക്കസ്, കിസാൻഡർ, സെലൂക്കസ്, ടോളമി എന്നീ 4 സൈന്യാധിപന്മാർ, സ്തോത്രം, അദ്ദേഹത്തിൻ്റെ മരണം നടന്ന രാത്രിയിൽ ഈ 4 പേരെയും കൊന്നതിന് ശേഷം രാജ്യം 4ആയി വിഭജിച്ചെടുത്തപ്പോൾ അവൻ്റെ രക്തബന്ധങ്ങളുടെ കൈകളിൽ ഭരണം ഉറക്കില്ലെന്ന് അവൻ ജനിക്കുന്നതിന് മുൻപേ എഴുതി വെച്ച ദൈവത്തിൻ്റെ വചനം യാഥാർത്ഥ്യമായി ഭവിച്ചെങ്കിൽ ആ വേദപുസ്തക കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ഈ ബന്ധനമെന്നും പോരാട്ടമെന്നും കെട്ടെന്നും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പടപൊരുതുമ്പോൾ ഇത് സങ്കല്പമാണെന്ന് വിചാരിക്കരുത്. നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ സാത്താൻ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം ഈ പ്രാർത്ഥനയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ 21 ഉപവാസ പ്രാർത്ഥനയുടെ ഗൗരവം ഗ്രഹിച്ച് ആത്മാവിൽ പോരാടേണ്ട രാത്രിയായി രാത്രി മാറണം. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലാണ്. ദാനിയേൽ പ്രവാചകൻ 10-ാം അധ്യായത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുമ്പോൾ അദ്ദേഹം ഈ പ്രാർത്ഥനയിലായിരിക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതിൻ്റെ സാങ്കേതിക പദങ്ങളൊക്കെ വിട്ട് ആ ഭാഷയിൽ നിന്നൊക്കെ മാറി നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുക. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ കാലസംഖ്യ പഠിച്ചപ്പോൾ 7 പതിറ്റാണ്ട് കൊണ്ട് അടിമത്വം തീരും എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കൈയും കെട്ടിക്കിടന്ന് ഉറങ്ങിയാൽ പോരെ, അടിമത്തം തീർന്നോളും എന്നല്ല വിചാരിച്ചത്. ഞാനൊരു ദൂത് ഇന്ന് രാത്രി ഇതിനിടയ്ക്ക് പറയുക, നിന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ സാത്താന് സാധ്യമല്ല, എന്നാൽ നിന്റെ വാഗ്ദത്തത്തിന് കാലതാമസം വരുത്താൻ അവറ്റകൾക്ക് കഴിയും. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നിന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ സാത്താന് കഴിയുകയില്ല, എന്നാൽ നിന്റെ വാഗ്ദത്തത്തിന് കാലതാമസം വരുത്താൻ അവറ്റകൾക്ക് കഴിയും. ദാനിയേൽ പ്രവാചകൻ വസ്തുത അറിഞ്ഞപ്പോൾ ഉപവസിക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. 9-ാം അധ്യായത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദാനിയേലിൻ്റെ അടുക്കലേക്ക് ഒരു ദൂതൻ സന്ധ്യാസമയത്ത് ഇറങ്ങി വരികയാണ്. ദാനിയേലേ, നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത്, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങൾക്ക് മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി നിത്യനീതി ഉറപ്പുവരുത്തുവാൻ, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ഞാൻ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിക്കേണ്ടത്, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. പിന്നെ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവനാരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം യെരുശലേം നഗരം നശിപ്പിക്കും, ശൂന്യതകളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കും മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവാചകന് മനസ്സിലായി, അനർത്ഥങ്ങളുടെ കൂടിപ്പൈ തിരമ്പി ഇറങ്ങുന്ന ഒരു ഭീകര കാലഘട്ടം, ഒരു കറുത്ത കാലത്തിൻ്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര തൻ്റെ ജനതയുടെ മേൽ നടക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയുന്ന ദൈവിക ദൂതുകൾ തൻ്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന പോരാട്ടങ്ങളുടെ മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ കൈകെട്ടി ഉറങ്ങുന്നവനല്ല യഥാർത്ഥ ദൈവപൈതൽ. വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതിനും വാഗ്ദത്ത നിവർത്തിക്കെതിരെ പോരാടുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ സ്വർഗം വെട്ടിമാറ്റേണ്ടതിനും പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്ന ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവദാസൻ നീണ്ട 21 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ഉപവസിക്കാൻ ഈ കർത്തൃദാസൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ട്?
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപവാസം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണത്തിനും ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനും ഇടയിലുള്ള ഇടവേളയിലെ ഉപവാസമാണ്. ഒരു ഭക്ഷണത്തിനും അടുത്ത ഭക്ഷണത്തിനും ഇടയിലുള്ള ഉപവാസം ഇടവേളയല്ല. ഉപവാസത്തിന് ഗൗരവമുണ്ട്. ഉപവാസത്തിന് ഗൗരവമുണ്ട്. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു കൊച്ചു കണക്ക് പറയാൻ പോകുകയാണ്. നിങ്ങൾ എന്നോട് മറുപടി പറയണം, ദാനിയേൽ പ്രവാചകന് ഈ സമയത്ത് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നുവെന്ന്. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, പാർസി രാജാവായ കോരേശിൻ്റെ 3-ാം ആണ്ടിൽ ബെൽസസർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം മനസ്സിലാക്കുവാനിടയായി. എന്നല്ലേ വായിച്ചേ? അല്ലേ? 10-1 വായിച്ചേ. പെട്ടെന്ന്. പാർസി രാജാവായ കോരേശിന്റെ 3-ാം ആണ്ടിൽ, ശ്രദ്ധിക്കണേ, ഇസ്രായേലിലെ ചരിത്രത്തിൽ യോശിയാവിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം യെരുശലേമിലെ രാജകുടുംബത്തിൽ പിറന്നു വീണ കുലീന സന്തതിയിൽപ്പെട്ടയാളാണ് ദാനിയേൽ പ്രവാചകൻ. യോശിയാവ് 31 വർഷം യഹൂദയെ ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 3-ാം ആണ്ടിൽ യഹോവാഹാസ് 3 മാസം ഭരിച്ച പശ്ചാത്തലത്തിലാണ് ബാബിലോണിൽ എത്തിച്ചേരുന്നത്. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഭരണം നെബുക്കദ്നേസർ, നെബോണിദസ്, ബെൽസസർ, എവിൽ മേരോക് എന്നീ 4 രാജാക്കന്മാർ 7 പതിറ്റാണ്ടുകൾ ബാബിലോണിനെ ഭരിച്ചു. അവസാനത്തെ രാജാവായിരിക്കുന്ന ബെൽസസറിൻ്റെ ശിരച്ഛേദം നടത്തിക്കൊണ്ട് ദാരിയാവേസ് അധികാരത്തിലെത്തിയപ്പോൾ 2 വർഷം ഭരണം നടത്തി. അതിനുശേഷം തൻ്റെ മരുമകൻ കോരേശ് 3-ാം വർഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാനിയേൽ പ്രവാചകൻ 21 ദിവസം ഉപവസിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ദാനിയേലിന് എത്ര വയസ്സ് പ്രായമുണ്ട്? ആകെ കുഴഞ്ഞു അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ലളിതമാക്കി പറയാം. യോശിയാവിൻ്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ ഇദ്ദേഹം ജനിച്ചു. 31 വർഷം യോശിയാവ് യഹൂദയെ ഭരിച്ചു. യോശിയാവ് മരിക്കുമ്പോൾ ദാനിയേലിന് വയസ്സ് 16 വയസ്സ്. യഹൂദ രാജാവായ യഹോവാഹാസ് 3 മാസവും യഹോയാക്കീൻ 3 വർഷവും ഭരിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, 16ഉം 3ഉം 19 വയസ്സും 3 മാസവും പ്രായമുള്ളപ്പോൾ ബാബിലോണിൽ എത്തി. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 20 വയസ്സ്. 7 പതിറ്റാണ്ടുകൾ ബാബിലോണിയ ഭരണം. അതിനുശേഷം ദാരിയാവേസ് 2 വർഷം ഭരിച്ചു മാറിയ കസേരയിൽ കോരേശ് ഇപ്പോൾ 3-ാം വർഷം ഭരിക്കുന്നു. അങ്ങനെയെങ്കിൽ 70ഉം 20ഉം 90ഉം 5ഉം 95 വയസ്സ് പ്രായം ഇപ്പോഴുണ്ട്. 21 ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമയമെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതിനനുകൂലമായിരുന്നില്ല. ഒരു വസ്തുത ഓർക്കുക, ആരോഗ്യവും സാഹചര്യങ്ങളും അനുകൂലമല്ലെങ്കിലും കലണ്ടറിൽ ആധികാരികമായി സമയം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചാൽ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കളോട് പറയാം, നിന്റെ കുടുംബത്തിന് നേരെയുള്ള സകല പൈശാചിക അടിച്ചമർത്തലുകളെയും തകർക്കാൻ ഇതിൻ്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയം തൻ്റെ കൺമുൻപിലേക്ക് ഒരു പുരുഷ രൂപം വന്നിറങ്ങുകയാണ്. സ്തോത്രം. എൻ്റെ വാക്കുകൾക്ക് വിശകലനം ചെയ്യാൻ കഴിയാത്തത്ര മനോഹരമായൊരു പുരുഷരൂപം തൻ്റെ കൺമുൻപിലേക്ക് വന്നിറങ്ങുന്നു. മുഖം മിന്നൽ പ്രകാശം പോലെയും ദേഹം ഗോമേതകം പോലെയും കൈകാലുകൾ മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും കണ്ണുകൾ തീപ്പന്തം പോലെയും അരയിൽ ഊഭാസ്തംഗം കൊണ്ട് കച്ചകെട്ടി ഒരു പുരുഷനെ ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആളത്വം തൻ്റെ കൺമുൻപിലേക്ക് ഇറങ്ങുന്നു. ഇന്ന് രാത്രി ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ മനസ്സിലാക്കണം, നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയരുന്ന സാത്താന്യ മണ്ഡലങ്ങളെ തകർക്കാൻ നിന്റെ ഉപവാസത്തിൻ്റെ നടുവിൽ ആത്മലോകം തുറക്കുമെന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവർ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം. എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ നിന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ശക്തികൾക്ക് നേരെ, എൻ്റെ സഭയ്ക്ക് നേരെ പോരാടുന്ന ഇരുട്ടിൻ്റെ ബന്ധനങ്ങൾക്ക് നേരെ ഒരാത്മീയ യുദ്ധം നടത്താൻ എൻ്റെ കരങ്ങൾക്ക് കർത്താവ് ബലം പകരണമേ എന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ
ആത്മാവിലൊന്ന് പോരാടി തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഇടത്തും വലത്തും ഇരിക്കുന്നവർ മൗനമായിരുന്നാലും മുൻപിലും പുറകിലും ഇരിക്കുന്നവർ ഉറക്കം തൂങ്ങിയിരുന്നാലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനെതിരെ വാദിച്ചു നിൽക്കുമ്പോൾ അവറ്റകളെ വെട്ടിമാറ്റി വിഷയത്തിൻ്റെ ഉത്തരം നിന്റെ കൈകളിൽ എത്തിക്കേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങുമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന സ്വർഗം ചിലതിനെ തൊടാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ യോഗത്തിന് മീതെ നിഴൽ വിരിച്ചിരിക്കുമ്പോൾ അന്ധകാര ശക്തികളിൽ ചിലതിനെ വെട്ടിമാറ്റേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്ന് രാത്രിയിൽ ഈ ആരാധനയ്ക്ക് മീതെ പറന്നു നിൽക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കാണട്ടെ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ആരാധനയ്ക്കെതിരെ, നിന്റെ ദൈവകൃപയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ സാത്താന്യ ശക്തികൾ വെല്ലുവിളി നടത്തുമ്പോൾ അവറ്റകളുടെ മുൻപിൽ കൈകെട്ടിയിരുന്ന് ഉറങ്ങാനല്ല, പ്രാർത്ഥനയുടെ ആത്മാവിൽ പോരാടേണ്ടതിന് അഭിഷേകത്തിന്റെ അധികാരത്തോടെ പൊടികുടഞ്ഞെഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളുടെ കണ്ണ് തുറക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ചില വ്യക്തികളുടെ കണ്ണ് തുറക്കുകയാണ്. നിങ്ങൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണ് തുറന്നൊന്ന് കാണണം. ദാനിയേൽ പ്രവാചകന്റെ കൺമുൻപിൽ നിൽക്കുന്ന പുരുഷരൂപമാരാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിശകലനം ചെയ്യാൻ കഴിയാത്ത ആ ആളത്വത്തെ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, അരയിൽ ഊപാസ്തംഗം കൊണ്ട് കച്ചകെട്ടി ഒരു പുരുഷനെ ഞാൻ കണ്ടു. ഈ ദർശനത്തിന് മുൻപിൽ ദാനിയേൽ പ്രവാചകൻ നിന്ന ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. ഈ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നന്നായിട്ടറിയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമാണ് ഇവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാവമാറ്റങ്ങളിൽ അതങ്ങ് വെളിപ്പെടും. ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറയാന്നിരിക്കട്ടെ, വാളംപുളി അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ വാളംപുളി, അതിനെക്കുറിച്ച് ഒരു 2 മിനിറ്റ് പ്രസംഗം. തവിട്ട് കളറിലുള്ള അതിൻ്റെ തോട് പൊളിച്ചു മാറ്റി ഹൽവയുടെ രൂപത്തിലുള്ള അതിനകത്തെ മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യമായ അനുപാതത്തിൽ ഉടച്ച് ചിലരുടെ നാക്ക് ചെന്ന് ചുണ്ടേ തൊട്ടു. അതിൻ്റെ കാര്യം എന്താ? സ്തോത്രം. ഇത് ശരീരത്തോട് വല്ലാത്ത ബന്ധമുള്ള സംഭവമാണ്. ഫ്ലൂട്ട് വായിക്കുന്നവൻ്റെ മുൻപിൽ നിന്ന് വാളംപുളി തിന്ന് കാണിക്കാമോ? കുഴലിൽ കൂടെ വെള്ളം ചാടും. എൻ്റെ കാര്യം മറ്റൊന്നല്ല, ഈ വിശദീകരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശരീരത്തിനകത്ത് നിന്ന് കെമിക്കൽ മാറ്റം വരെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പലരും വചനങ്ങളുടെ മുൻപിൽ ഇരുന്ന് ഉറങ്ങുന്നതിൻ്റെ കാരണം എന്താ? ഇതിനോട് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ ഇതിന് മുൻപിൽ അകം കത്തുന്ന ചില ദൈവമക്കളുണ്ട്. ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും അറിയാതൊരു വികാരപരമായ ആത്മമണ്ഡലം ചലിക്കും. ഇന്ന് രാത്രി പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ കണ്ണ് തുറന്നൊന്ന് കാണണം. ഉപവാസ പ്രാർത്ഥനയിൽ 21 ദിനം ജാഗരിക്കുമ്പോൾ നിന്റെ കൺമുൻപിലേക്ക് ഇറങ്ങി വരുന്ന രൂപമേതാണെന്ന് ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകളാണെന്ന് കാണണം. ഗ്ലോറി. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, അരയിൽ ഊപാസ്തംഗം കൊണ്ട് കച്ചകെട്ടിയ ഒരു പുരുഷരൂപം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു രൂപത്തെ നിങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കണ്ട ഒരു ഓർമ്മയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആ രൂപത്തെ ഒന്ന് വിശകലനം ചെയ്താൽ മുഖം മിന്നൽ പ്രകാശം. മിന്നൽ പ്രകാശത്തിൻ്റെ കളർ എന്താണ്? നട്ടുച്ച നേരത്ത് നമ്മുടെ തലയ്ക്ക് മീതെ സൂര്യൻ കത്തിജ്വലിച്ച് കയറി നിൽക്കുമ്പോൾ ആ പ്രകാശപ്രഭയുടെ ജ്വാലയുടെ ദിവ്യപ്രഭയാണ് മിന്നലിൻ്റെ കളർ. അതിശക്തമായൊരു മിന്നൽ ഉണ്ടാകുമ്പോൾ കണ്ണ് ചിമ്മും, സ്വാഭാവികമാണ്. ആ മിന്നലിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് കണ്ണുറപ്പിച്ച് നോക്കാൻ കൽപ്പുറപ്പുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? അങ്ങനെയാണെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്ന ദിവ്യപ്രകാശത്തിൻ്റെ ജ്വാലയ്ക്ക് തുല്യമാണ് മിന്നൽ പ്രകാശത്തിൻ്റെ കളർ. അപ്പോൾ സൂര്യൻ കത്തി നിൽക്കുന്നത് പോലുള്ള മുഖം. ദേഹം ഗോമേതകം പോലെ. എന്താ ഗോമേതകത്തിൻ്റെ കളർ? താമരപ്പൂവിൻ്റെ ഇതളുകൾക്കിടയിലെ ഇളം ചുവപ്പ് ജ്വലിക്കുന്ന രത്നം പോലെ കത്തിച്ചൊലിക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. അരയിൽ ഊപാസ്തംഗം കൊണ്ട് കച്ച, അങ്ങനെയാണെങ്കിൽ തങ്ക കച്ച ശരീരത്തിൽ ചേർത്ത് ചുറ്റിയിരിക്കുന്നു. കൈകാലുകൾ മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെ എന്ന് പറഞ്ഞാൽ അതിശക്തമായ തീയിൽ ലോഹം കാച്ചിപ്പഴുക്കുമ്പോൾ അതിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രസരിപ്പ് പോലെ ഇതാ ഉലയിൽ കാച്ചിപ്പഴുപ്പിച്ച വെള്ളോടിന് സമാനമായി കാലുകൾ രണ്ടും പാദയുഗ്മങ്ങൾ രണ്ടും വെട്ടിത്തിളങ്ങുകയാണ്. സ്തോത്രം. ഈ ആളിന് തുല്യനായി ഒരാളെ ബൈബിളിലുള്ളൂ, അത് മറ്റാരുമല്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി ഇറങ്ങിയവൻ ആരോ, അവൻ തന്നെ തൻ്റെ ജഡാവതാരത്തിൻ്റെ 6 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനാ മേഖലയിൽ ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി ഇത് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ 21 ഉപവാസ പ്രാർത്ഥനയുടെ ഗൗരവം ഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. നീ ആത്മാവിൽ പോരാടാൻ തയ്യാറായാൽ അന്ധകാര ശക്തികളെ ചവിട്ടി തകർക്കേണ്ടതിന് ജയത്തിൻ്റെ കാലുകളുമായി ഒരുവൻ സഭയ്ക്കകത്ത് ഇറങ്ങി വരും. അവൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പാതാള ശക്തികൾക്ക് കഴിയുകയില്ല. നിന്റെ തലമുറയ്ക്കെതിരെ സാത്താൻ ഉയർത്തി നിർത്തിയിരിക്കുന്ന ബന്ധനങ്ങൾ, നിന്റെ കുടുംബത്തിനെതിരെ സാത്താൻ വെച്ച് കെട്ടിയിരിക്കുന്ന ശക്തികൾ, എന്നാൽ ഇന്ന് രാത്രി യേശു ഇറങ്ങിയാൽ, അവൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ, അവൻ്റെ ആളത്വം പ്രദർശിപ്പിക്കപ്പെട്ടാൽ, അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നാൽ ആ ശക്തിക്ക് തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയും എതിരെ ഇല്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം. അവനാണ് 21 ഉപവാസ പ്രാർത്ഥനയിൽ ഇറങ്ങാൻ തുടങ്ങുന്നത്. ഇത് സാധാരണക്കാരനല്ല, അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ പറ, ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണുകയാണ്. ഇന്ന് രാത്രി വചനത്തിന് മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ 2 രൂപങ്ങളെ നിങ്ങൾ ഒന്ന് താരതമ്യ വിശകലനം ചെയ്യണം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കണ്ടയാളിൻ്റെ മുഖം മിന്നൽ പ്രകാശം പോലെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ടയാളിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. ഇത് രണ്ടും ഒരേ ഭാവമാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കണ്ടയാളിൻ്റെ മാർവിൽ തങ്കക്കച്ച, എന്നാൽ അരയിൽ തങ്കക്കച്ച. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ട വ്യക്തിയുടെ മാർവിൽ തങ്കക്കച്ച വ്യത്യാസമാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കണ്ട വ്യക്തിയുടെ കാലുകൾ ഉലയിൽ കാച്ചിപ്പഴുപ്പിച്ച വെള്ളോട്. ദൈവത്തിന് സ്തോത്രം. അതെ, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും തത്തുല്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയുടെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ആരവം, എന്നാൽ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയുടെ ശബ്ദം പുരുഷാരത്തിൻ്റെ ആരവം. പുരുഷാരം അടിമകളെ കൂട്ടമായി യുദ്ധമേഖലയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുമ്പോൾ അവർ കൂട്ടമായി നിലവിളിക്കുന്ന ശബ്ദം ആണ് അവിടെ മുഴങ്ങുന്നതിൽ ഏറ്റവും വലിയ ഇരമ്പൽ ശബ്ദമെങ്കിൽ, പത്മോസിൽ മുഴങ്ങുന്നതിൽ ഏറ്റവും വലിയ ഇരമ്പൽ ശബ്ദം പെരുവെള്ളം കടൽ തിരമാലയായി ഇരമ്പി ഉയരുന്നതാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 21 ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന ആളിൻ്റെ അരയിലാണ് കച്ച, എന്നാൽ വെളിപ്പാടിൽ ആളിൻ്റെ മാർവിലാണ് കച്ച. അരയിൽ കച്ച കെട്ടിയാൽ അതിൻ്റെ അർത്ഥം അരയിൽ കരകെട്ടി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ തയ്യാർ എന്നാണ്. മാർവിൽ കച്ച കെട്ടിയാൽ അതിൻ്റെ അർത്ഥം ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ചു കഴിഞ്ഞു, ജയശ്രീലാളിതരായി എന്നാണ്. പഴയ നിയമത്തിൻ്റെ 10-ാം അധ്യായത്തിൽ പഴയ പാമ്പിൻ്റെ തലയെ കാൽവറിയിൽ തകർക്കും മുൻപ് എൻ്റെ യേശു അരയിൽ കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ, പഴയ പാമ്പിൻ്റെ തലയെ കാൽവറിയിൽ തകർത്ത് കഴിഞ്ഞ് അവൻ ജയാളിയായി മാർവിൽ തങ്ക കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി 21 ഉപവാസ പ്രാർത്ഥനയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പടപൊരുതുന്ന രാത്രിയായി രാത്രി തീരട്ടെ. പരിശുദ്ധാത്മാവിൽ രാത്രി ചില കണ്ണുകളെ തുറക്കുന്ന രാത്രിയാകട്ടെ. ഇതാ ദാനിയേൽ പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ മറുപടി പുറപ്പെട്ടു. പക്ഷേ പാർസി ദേശത്തിൻ്റെ പ്രഭു കഴിഞ്ഞ 21 ദിവസം ഈ പ്രാർത്ഥനയുടെ മറുപടിയെ പാളയത്തിൽ തടഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ 3-ാം പ്രതലത്തിൽ നിന്ന് മറുപടിയുമായി ഞങ്ങൾ പറന്നിറങ്ങുന്നതിനിടയിൽ നിന്റെ പ്രാർത്ഥന തുടങ്ങിയ സമയം തന്നെ മറുപടി കിട്ടി.
ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം ഞങ്ങൾ ഒരു വലിയ സംഘത്തെ കണ്ടു. ആ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലീഡർ പാർസി ദേശത്തിൻ്റെ പ്രഭുവാണ്. അവനോടൊപ്പം അനുചരന്മാരായ ഒരു വലിയ സംഘം അവിടെയുണ്ട്. നിങ്ങൾ ഓർക്കണം, പാർസി ദേശത്തിൻ്റെ യഥാർത്ഥ പ്രഭു ശൂശൻ രാജധാനിയിലെ സിംഹാസനത്തിലുണ്ട്. എന്നാൽ അവൻ്റെ രൂപത്തിലുള്ള മറ്റൊരു ശക്തിവിശേഷം ആകാശമണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഒരു സത്യം ദൈവമക്കൾ ഗ്രഹിക്കണം. ഉപവാസത്തിന് 21 ദിവസം വേർതിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു യുദ്ധം ആരംഭിക്കും. ആ യുദ്ധം വിജയിച്ചാൽ നീ ചില വിടുതലുകൾ ഏറ്റുവാങ്ങും. അത് വിജയിക്കാതിരിക്കത്തക്ക വിധം ആകാശമണ്ഡലത്തെ അടക്കി നിൽക്കുന്ന സാത്താന്യ വ്യാപാരങ്ങൾ നിനക്കെതിരെ പോരാട്ടം നടത്തും. ഈ ഇടയ്ക്ക് വെച്ച് മറുപടി പ്രാപിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് ഹതഭാഗ്യമാണ്. എന്നാൽ വിഷയത്തിന് ഉത്തരം തരാതെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ല എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഭരിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, എൻ്റെ ഭൃത്യൻ 21-ാം ദിവസം മുട്ടിന്മേൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് അവൻ്റെ മറുപടി അവൻ്റെ കൈകളിൽ എത്തത്തക്ക വിധം സ്വർഗത്തിൻ്റെ മിലിറ്ററിയെ അയക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ സൈന്യം സജ്ജമായത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് രാത്രി ഉപവസിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചിലത് പരിശുദ്ധാത്മാവ് രാത്രി ഉപവസിക്കുന്ന ദൈവമക്കളോട് നിയോഗത്തോടെ പറയുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചിലത് ഈ 21 ഉപവാസ പ്രാർത്ഥനയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ മിലിറ്ററി നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളിന്ന് രാത്രി ഇരിക്കുന്നത് വെറുതെയുള്ള സ്ഥാനത്തല്ല, നിങ്ങളൊരു വലിയ യുദ്ധത്തിലിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, വർഷങ്ങൾ പഴകിയ ചിലതിനെ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ കർത്താവ് അഴിച്ചു മാറ്റാൻ തുടങ്ങുന്ന ദിവസങ്ങളാണ്. ആത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ അതിൻ്റെ ഗൗരവം കാണണം. ഈ രാത്രി പറയട്ടെ, പരിശുദ്ധാത്മാവ് യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റുവാങ്ങുകയാണ്. ഇരിക്കുന്നത് സഭാ ഹാളിനകത്താണെങ്കിലും ജോലി തിരക്കുകളുടെ പകലുകളുടെ അധ്വാനങ്ങൾ കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടികൾ കഴിഞ്ഞ് ഓടിയെത്തി കൃപ പ്രാപിക്കാൻ നീ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തലത്തിൽ നിന്റെ മറുപടി സ്വർഗമേഖലയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നിന്റെ കൈകളിൽ കടന്നു വരാൻ അനുവദിക്കാതെ ആകാശമണ്ഡലത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന സാത്താന്യ ബന്ധനങ്ങളെ വെട്ടിമാറ്റാൻ ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ മിലിറ്ററി എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇതൊരു സാധാരണ രാത്രി യോഗമല്ല. ഉപവാസത്തിൻ്റെ 21 ദിനങ്ങൾ കഴിയുന്നതിന് മുൻപ് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ സഭയ്ക്കകത്ത് വെളിപ്പെടുത്തത്തക്ക വിധം പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ കണ്ണുകളെ തുറക്കാൻ തുടങ്ങുന്നു. ഗ്ലോറി, 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 ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹീതയായ ഒരു വാത്സല്യ സഹോദരിയുടെ അനുഭവം വായിച്ചത് ഓർക്കുന്നു. 2ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം തൻ്റെ ഏക മകൻ നേവിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്ററാണ്. സ്തോത്രം. അന്ന് രാത്രി ഒരു 2 മണിയായി കാണും സമയം. ഈ സഹോദരിക്ക് ഉറക്കം വരുന്നില്ല, ഗാഠനിദ്ര പോയിരിക്കുന്നു. അവൾ എഴുന്നേറ്റ് മുറിക്കകത്ത് ചുറ്റും നടക്കുകയാണ്. മനസ്സിനകത്ത് ഉയർന്ന ഒരു നിശബ്ദ ശബ്ദമുണ്ട്, ഒരു പ്രേരണയുണ്ട്, ഒരു ഉൾപ്രേരണയുണ്ട്. എഴുന്നേറ്റിരുന്ന് നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനൊരു ദൂതിനിടയ്ക്ക് പറയാം, പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലാത്ത സമയം പ്രാർത്ഥിക്കാൻ ഒരു അന്തർപ്രേരണ. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ ഈ പുരോഗതിയാണ് പലരുടെയും ആയുസ് വർദ്ധിപ്പിച്ചത്. ഞാൻ പറയും, നിങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മുടെ രക്തത്തിനകത്ത് 2 വിധ അണുക്കൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു ഭാഗം പരാജയപ്പെടുമ്പോൾ രോഗം മൂർച്ഛിച്ചു മരണത്തിലേക്ക് നീങ്ങുകയും മറ്റൊരു ഭാഗം അത് തന്നെ വിജയിക്കുമ്പോൾ ആളിൻ്റെ ശരീരം ആരോഗ്യമാകുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, കാണാൻ കഴിയാത്ത മേഖലയിൽ നടക്കുന്ന രക്തത്തിനകത്തെ ആ യുദ്ധം പോലെ തന്നെയാണ് നിന്റെ ആത്മീയ ജീവിതത്തിലും നടക്കുന്ന യുദ്ധം. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലതാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് പടപൊരുതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം നിന്നെ ബാധിക്കുന്ന മേഖല ഏതാണ് എന്ന് ഞാൻ പറയാൻ തുടങ്ങുകയാണ്.
മറ്റു മണ്ഡലങ്ങളെ ബാധിക്കുന്നതിന് മുൻപ്, മറ്റു മേഖലകളെ ബാധിക്കുന്നതിന് മുൻപ് ആദ്യം ഒരു വ്യക്തിയിൽ സാത്താന്യ ശക്തി ചെയ്യുന്ന പ്രവർത്തനം മനോമണ്ഡലത്തെ ബന്ധിക്കുക എന്നതാണ്. ഓർക്കുക, മനോമണ്ഡലത്തെ ബന്ധിച്ചു കഴിഞ്ഞാൽ മറ്റു മേഖലകളെ വേഗം കീഴടക്കാൻ കഴിയും എന്ന് സാത്താൻ നന്നായിട്ടറിയാം. നിങ്ങൾ ഓർക്കണം, മനോമണ്ഡലത്തെ എങ്ങനെ ബന്ധിക്കും? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും എന്ന് പറഞ്ഞാൽ മറ്റു മേഖലകളിലേക്ക് ആധിപത്യം പോകുന്നതിന് മുൻപ് മനോമണ്ഡലത്തിലെ സങ്കല്പ മേഖലയെ സാത്താൻ പിടിച്ചടക്കി കഴിയും. ആ മേഖലയെ പിടിച്ചടക്കി കഴിഞ്ഞാൽ മറ്റു മേഖലകളെ വേഗം തകർക്കാൻ കഴിയും. ഞാനൊരു കൊച്ചുദാഹരണം പറയാം. നടന്ന സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ ആ വീട്ടമ്മ രാവിലെ 2 കുഞ്ഞുങ്ങളെ ഒരുക്കി സ്കൂളിലേക്ക് വിടാൻ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റിനുള്ളിൽ ബസ് വരും. ദൈവത്തിന് സ്തോത്രം. ഈ സമയം ആ വീട്ടിലെ ഗൃഹനാഥൻ, അദ്ദേഹം അല്പം ടെൻഷൻ പ്രകൃതിക്കാരനാണ്. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, ഭൂതവും കൂടെ ബാധിച്ചാൽ പിന്നെ ഗതി എന്താകും എന്ന് പഴഞ്ചൊല്ലുകാരൻ പറയുന്നത് പോലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചിലർക്ക് ചില സ്വഭാവ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇദ്ദേഹം കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാത്ത വിധത്തിൽ ഈ ഒരു കാരെ കയറി ബ്ലേഡ് കൊണ്ടു, ചോര വന്നു. ആകെപ്പാടെ അസ്വസ്ഥതയോടുകൂടി അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ഡീ ചോര എന്ന് പറഞ്ഞ് അലറി പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി, നമുക്കറിയാമല്ലോ 2 കുഞ്ഞുങ്ങളെ 5 മിനിറ്റിനുള്ളിൽ സ്കൂൾ ബസ് വരുമ്പം കയറ്റി വിടാൻ ഒരുങ്ങുന്ന അമ്മയുടെ മാനസികാവസ്ഥ. 2 കൈയും ഏണയിലോട്ട് കുത്തി, അയ്യോ മനുഷ്യാ, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കയറ്റി വിട്ടോട്ടെ എന്ന് ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞു. തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. കുഞ്ഞുങ്ങളെ കയറ്റി വിട്ടതിന് ശേഷം പപ്പാ പപ്പാ എന്ന് പറഞ്ഞ് ഈ സഹോദരി തിരിച്ചു വന്ന് കതകിന് മുട്ടിയപ്പം അകത്താരും തുറക്കുന്നില്ല. എന്തോ സംശയം തോന്നി. ആ മുറിയുടെ ബാക്കിലേക്ക് ഇറങ്ങി ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടു. ഫാനിൽ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്ത് കിടക്കുക. ഞാൻ എന്തായി പറഞ്ഞു വന്നേ? ഒരു സെക്കൻഡ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തെ സാത്താൻ ബന്ധിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുക, മറ്റേതൊരു മേഖലയെ പിടിച്ചടക്കുന്നതിന് മുൻപ് സാത്താൻ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ സങ്കല്പ മേഖലയെ തകർത്തു കഴിയും. ഇതിന് നടുവിൽ എവിടെയാണോ സാത്താൻ്റെ പോരാട്ടം ഉയരുന്നത്, അവിടെ തന്നെ സാത്താൻ്റെ ബന്ധനം അഴിക്കണമെങ്കിൽ സങ്കല്പമണ്ഡലത്തിൽ വചനം വാ തുറന്ന് പറയാൻ ഇന്ന് രാത്രി നിന്റെ അധരങ്ങളിൽ അധികാരം വ്യാപരിക്കണം. ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നിന്റെ കാതിൽ സാത്താൻ മുഴക്കുകയാണ് കുടുംബജീവിതത്തിൻ്റെ സംശയങ്ങൾ. നിന്റെ കാതിൽ സാത്താൻ മുഴക്കുകയാണ് നിന്റെ കുടുംബത്തിലെ പങ്കാളിക്ക് നിന്നോട് ആത്മാർത്ഥതയില്ലെന്ന്. സാത്താൻ നിരന്തരം വ്യാജം പറഞ്ഞ് നിന്റെ കുടുംബത്തെ മുച്ചൂടും മുടിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ വചനത്തിൽ നിന്ന് വിളിച്ചു പറയണം, എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതിനോട് അടുത്തു വരികയില്ല. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ നോക്കി ദുഷ്ടന്മാർ വരുന്ന പ്രതിഫലം കാണും. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഭയപ്പെടുകയില്ല. എനിക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അവരുടെ കൈകളെ യുദ്ധത്തിനായി, എൻ്റെ വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തിൽ വിളിച്ചു പറയണം, എൻ്റെ മനസ്സിനകത്തുയരുന്ന പൈശാചിക ഉത്കണ്ഠകളെ തകർക്കാൻ എൻ്റെ നാവിലെ വാഗ്ദത്തത്തെ ഞാൻ ഉപയോഗിക്കും. ഗ്ലോറി 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 ഗ്ലോറി. രക്തത്താൽ ജയം. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, മനത്തകർച്ച എല്ലാവർക്കും ഉള്ളതാണ്. മാനസിക തകർച്ച. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഈ വേദപുസ്തക ചരിത്രത്തിലെ ഭക്തന്മാരായ അസാധാരണമായി ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ മനസ്സ് തകർന്നതുപോലെ മറ്റൊരാളും തകർന്നിട്ടില്ല. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രത്തിലെ അസാധാരണ നിയോഗത്തോടെ ദൈവം ഉപയോഗിച്ച ഇരമ്യാവ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അയ്യോ, എൻ്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, കഷ്ടവും സങ്കടവും അനുഭവിച്ച്
ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? നിങ്ങൾക്കറിയാമോ, ഇസ്രയേലിന് 30 വർഷം 30 ലക്ഷത്തെ 40 കൊല്ലം ട്രാൻസ്ഫർ ഇല്ലാതെ പാസ്റ്ററായി ഭരിക്കാൻ ദൈവം ഉപയോഗിച്ച ആളാണ് മോശ. മോശയെ പോലെ ഒരാളിനെ ചരിത്രം കണ്ടിട്ടില്ല. എൻ്റെ സഹോദരങ്ങൾ ഗ്രഹിക്കണം, മഹാദൈവത്തിൻ്റെ തേജസ്സിനകത്തോട്ട് കയറി 40 ദിവസം കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ത്വക്കിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശപ്രഭ മറ്റുള്ളവരുടെ കണ്ണിൽ തട്ടിയിട്ട് മൂടുപടമിട്ടുകൊണ്ട് സംസാരിക്ക്, ഞങ്ങളുടെ കണ്ണഞ്ചുന്നു എന്ന് പറയത്തക്ക വിധം മഹാദൈവത്തെ ത്വക്കിൽ പ്രസരിപ്പിച്ച ഈ കർത്തൃദാസൻ പർവ്വതത്തിന് മുകളിൽ ഒരു ദിവസം കവിണ് വീണുകൊണ്ട് പറഞ്ഞു, എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ആത്മഹത്യ ചെയ്യാൻ കൊതിച്ചു. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദ്, നിങ്ങൾക്കറിയാമോ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. എന്താ, മനസ്സ് വല്ലാതെ തകരുകയാണ്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രത്തിലെ ഭക്തന്മാരെല്ലാം യിരെമ്യാവാരായിരുന്നു, പോട്ടെ ഏലിയാവാരായിരുന്നു. ആ ദൈവദാസൻ ചൂരച്ചെടിയുടെ തണലിലേക്ക് ഇഴഞ്ഞു കയറിയിട്ട് പറയുകയാണ്, മതി മതി, സ്തോത്രം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല, എടുത്തുകൊള്ളണമേ എന്ന്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികൾ മറ്റാരോടും പറയുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് പറയുന്ന ചില നിരാശയുടെ ശാപവചനങ്ങൾ നിന്റെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിരൽ ചൂണ്ടി വാഗ്ദത്തം പറയുന്നു. നിങ്ങൾ ഇന്ന് രാത്രി അതിനെ റദ്ദ് ചെയ്തിട്ട് വചനം വാ തുറന്ന് വിളിച്ചു പറയത്തക്ക വിധം സാത്താന്യ പോരാട്ടങ്ങളുടെ മേൽ ജയമെടുക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിശേഷ ശക്തി കൊണ്ട് ഈ ആരാധനയ്ക്കകത്ത് നിങ്ങളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ നാവുകളുടെ മേൽ കരുത്തു പകരുന്നു. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ജയിക്കുക, പൈശാചിക താവളങ്ങളെ ജയിക്കുക, സാത്താന്യ കോട്ടകളെ ജയിക്കുക. കുടുംബത്തിൽ ഉയരുന്ന ശാപവാക്കുകൾ ഇന്ന് രാത്രി റദ്ദാകട്ടെ. കുടുംബത്തിനകത്ത് ഉയരുന്ന ശാപത്തിൻ്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഭവനത്തിൽ നിന്ന് പുറത്തു പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി പൊടികുടഞ്ഞെഴുന്നേൽക്കുക. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നിന്റെ ശരീരമണ്ഡലത്തെ ബന്ധിക്കുന്നതിന് മുൻപ് നിന്റെ മനോമണ്ഡലത്തെ ബന്ധിച്ചിരിക്കും. അതിനെ തകർക്കാൻ അനുവദിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ജനം പുറത്തു വരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് രാത്രി ഒരു സെക്കൻഡ് ഈ സന്ദേശം അവസാനിപ്പിക്കും മുൻപ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറയട്ടെ, അസാധാരണമായൊരു ഡെലിവറൻസ് നിങ്ങളുടെ വിഷയത്തിൽ ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ നാവിൽ നിന്ന് വരുത്തി വയ്ക്കുന്ന ചില വാക്കുകൾ നമ്മുടെ കുടുംബത്തിന് അനർത്ഥം വിളിച്ചു വരുത്താൻ അവസരം ഉണ്ടാക്കരുത്. നിന്റെ വാഗ്ദത്തം ചെറുതല്ല, പക്ഷേ നീ നിരാശപ്പെടുന്ന വിഷയത്തെ ഈ പ്രാർത്ഥനയുടെ 3-ാം രാത്രി ദൈവാത്മാവ് തൊടാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയണം, എൻ്റെ മനസ്സിൻ്റെ തലത്തിൽ ഈ പോരാട്ടത്തെ അഭിമുഖീകരിപ്പാൻ ഒരു കരുത്തു പകരണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. മനോമണ്ഡലത്തിന് ഒരു അസാധാരണ കരുത്ത് ദൈവാത്മാവ് പകരുന്ന രാത്രിയാണ് ഈ രാത്രി. ഗ്ലോറി, ഹല്ലേലൂയ. ഏലിയാവ് ആരാണ്? ശാരീരിക ബലം കൊണ്ടും മാനസിക ബലം കൊണ്ടും കരുത്തനാണ്. സ്തോത്രം. ശാരീരിക ബലത്തിൻ്റെ കരുത്ത് വയറിൻ്റെ വലിപ്പം കൊണ്ടറിയാം. ഞങ്ങളെപ്പോലുള്ള അല്പം വയറൊക്കെയുള്ള ആളുകൾ അല്പം സ്തോത്രം മുട്ടിന്മേലൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ വഴക്കമില്ലാതെ വരും. പക്ഷെ മുഴങ്കാലുകൾക്കിടയിൽ തല പോകുമായിരുന്നു ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ. കൊടവയർ ഒട്ടുമില്ലായിരുന്നു. സ്തോത്രം. ഇനിയും ഇദ്ദേഹത്തിൻ്റെ മനോധൈര്യമോ, രാജാവിൻ്റെ കരിമ്പൂച്ചകൾ കാവൽ നിൽക്കുന്ന കൊട്ടാരത്തിനകത്തേക്ക് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ഓടിക്കയറി, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന് പറയത്തക്ക വിധം ആകാശം പൂട്ടി വചനാധികാരത്തിൻ്റെ താക്കോൽ പോക്കറ്റിലിടത്തക്ക അധികാരം ഈ ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ചിരുന്നു. രാജാവിനെ ഇടവേളയിൽ ഒരുമിച്ച് കണ്ടപ്പോൾ
നീയും നിന്റെ പിതൃഭവനവുമാണ് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് പറയാൻ ആ ഭാഷയൊക്കെ അല്പം മൂർച്ചയുള്ള ഭാഷ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഇദ്ദേഹം ശാരീരിക ആരോഗ്യമുള്ള ആളായിരുന്നോ? ആയിരുന്നു. ആഹാബിന്റെ രാജരഥത്തിന് മുൻപിൽ ഇതാ ദൈവത്തിൻ്റെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ ഇസ്രയേലിൽ എത്തുന്നത് വരെ ഓടാൻ കാരണമെന്താ? അദ്ദേഹത്തിൻ്റെ ശാരീരിക കരുത്ത് ശക്തമായിരുന്നു. ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാർക്ക് നേരെ പടപൊരുതാൻ അവരുടെ പദ്ധതികൾ പരാജയപ്പെട്ടപ്പോൾ പടവുകൾ ഊരി ഒരു യുദ്ധവീരനായിട്ടങ്ങ് മാറി. അവസാനം മുഴുവനെയും വെട്ടി നുറുക്കിയതിൻ്റെ കാരണം ഇയാൾ ബലഹീനനല്ല, ശാരീരികാരോഗ്യത്തിൽ കരുത്തനായിരുന്നു. ശാരീരികമായും കരുത്തനായിരുന്നു, മാനസികമായും കരുത്തനായിരുന്നു. പക്ഷേ ഒരു ഭീഷണി വാക്കിന് മുൻപിൽ മരണം കൊതിക്കുമ്പോൾ ഏത് കരുത്തനെയും മാനസികമായി തകർത്താൽ സാത്താൻ വിജയിക്കുമെന്ന് അവൻ അറിയാം. എന്നാൽ ഇന്ന് രാത്രി നിന്നെ മാനസികമായി തകർക്കാൻ അവൻ്റെ പദ്ധതികൾ ഉയരുമ്പോൾ വചനത്തിൻ്റെ തീയമ്പിനാൽ സാത്താൻ്റെ പദ്ധതികളെ തകർക്കാനുള്ള ദൈവാധികാരം നിന്റെ മേൽ വ്യാപരിച്ചിട്ട് വാഗ്ദത്തം വിളിച്ചു പറയാൻ നാവിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഏലിയാവിൻ്റെ ജാതകം എന്ന് ഹൈന്ദവ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എന്തായിരിക്കും ഏലിയാവിൻ്റെ ജാതകം? ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്താം. തിസ്ബിയയുടെ മലം ചരിവിൽ നിന്നൊരു കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിലെത്തി രാജാവിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ദൂത് പറഞ്ഞ് കെരീത്തിൽ കാക്കച്ചുണ്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് കെരീത്തിൻ്റെ ഉറവക്കണ്ണികളിൽ നിന്ന് കുടിച്ച് ഒടുവിൽ സരേപ്തയിലെ വിധവിയുടെ കലത്തിനകത്ത് സൂപ്പർ നാച്ചുറലായി ഉറവകൾ തുറന്നു വെച്ച് അവളുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് ഏലിശയുമായി കൈകോർത്ത് നീങ്ങുമ്പോൾ യോർദാന്റെ അക്കരെ ഇതാ അഗ്നി അശ്വരഥങ്ങൾ ലിറ്ററലായി ഇറങ്ങി വന്ന് അതിൽ കയറിയിരുന്ന് പറുദീസയിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ഇരുന്ന് ദൈവത്തെ പിതൃസന്നിധിയിൽ ആയിരിക്കുന്ന സമയം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനെ ബലപ്പെടുത്താൻ അക്ഷരാർത്ഥത്തിൽ മറുരൂപമലയിലേക്ക് ഇറങ്ങി വന്ന് അവിടുന്ന് തിരിച്ചു വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി. ഇന്ന് മനുഷ്യകുലത്തിൽ പച്ച മാംസത്തിൽ ശവസംസ്കാരം കൂടാതെ സ്വർഗത്തിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ ഗണങ്ങളിൽ ഒരുവനായി ഇന്ന് ഈ യോഗം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പറുദീസയിൽ വിശ്രമിച്ച് എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡയിൽ പലസ്തീൻ്റെ മണ്ണ് ചോരച്ചെളിയിൽ അമരുമ്പോൾ അവിടെ സ്തോത്രം രണ്ട് സാക്ഷികളിൽ ഒരുവനായി ഇറങ്ങി വന്ന് എതിർ ക്രിസ്തുവിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ട് ലോകത്തിലെ സകല വെബ്സൈറ്റുകളും നോക്കി നിൽക്കെ കാലും എഴുന്നേറ്റ് പറുദീസയിലേക്ക് പോകേണ്ടതിന് യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് ഈ ദൈവദാസൻ. എന്നാൽ എതിരെ വെല്ലുവിളിക്കുന്നവരുടെ ജാതകം നിങ്ങൾക്കറിയാമോ? യേഹൂ രാധേ കുതിരപ്പുറത്ത് കയറി വരുമ്പോൾ യഹോവയുടെ പക്ഷത്താരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് ഷണ്ണന്മാർ തലകാട്ടി മുഖം ഒതുക്കി തയ്യാറാക്കി അത് തലമുടി ചീകി മുഖം മിനുക്കി മുഖം കാണിച്ച ഇസബേലിനെ പുറത്തേക്ക് തള്ളിയിടാൻ ആവശ്യപ്പെടുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ചിതറി വന്ന് അതാ അവൻ തിന്നുകുടിക്കാൻ അകത്ത് കയറുന്നതിനിടയിൽ പട്ടികൾ മുഴുവൻ ഇവളുടെ കൈപ്പത്തിയും തലമണ്ടയും മുഴുവൻ ഒഴിച്ചു മുഴുവൻ തിന്നു തീർക്കത്തക്ക വിധം നാളെ പട്ടി തിന്ന് തീർക്കേണ്ടവരുടെ ഭീഷണിയിലാണോ യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യേണ്ട നീ നിരാശപ്പെട്ട് തളരുന്നത്? ഇന്ന് രാത്രി ഈ സഭയോട് പരിശുദ്ധാത്മ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങൾ എത്ര ശക്തിയുള്ളതാണെങ്കിലും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിനും കരുത്തുള്ളതാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വാഗ്ദത്തമാണ് സാത്താന്യ പോരാട്ടത്തെക്കാൾ വലുതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറ, എൻ്റെ വാഗ്ദത്തമാണ് ശത്രുവിൻ്റെ പദ്ധതികളെക്കാൾ വലുത്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും അല്പ മിനിറ്റുകൾ നിന്ന് സ്തോത്രം ജാഗരിച്ച് തുടങ്ങിക്കേ. എല്ലാവരും കർത്തൃസന്ന് എഴുന്നേറ്റേ. ആ രണ്ട് കൈകളും കർത്താവിങ്കലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. രണ്ട് കൈകളും കർത്താവിങ്കലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പോരാ. ആ കരങ്ങൾ രണ്ട് കർത്താവിങ്കലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ.
ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന വിളിച്ചു പറയുന്നു, ഇല്ല, നിന്നെ കുറിച്ച് സാത്താന്യ പദ്ധതികൾ വിജയിക്കില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിലെ അധ്യായങ്ങൾ മാറ്റാൻ തുടങ്ങുകയാണ്. കുടുംബത്തിനകത്തുയരുന്ന പുകയുന്ന അന്തരീക്ഷത്തെ എൻ്റെ ദൈവം ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ തുടങ്ങുന്നു. നിന്റെ മനോമണ്ഡലത്തെ ബന്ധിച്ചാൽ നിന്റെ വാഗ്ദത്തങ്ങളെ തകർക്കാൻ കഴിയുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടിനെ കർത്താവ് അഴിക്കുകയാണ്. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വാഗ്ദത്തം വിളിച്ചു പറയണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. നിനക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. നിന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അവരുടെ കൈകളെ യുദ്ധത്തിനായി, എൻ്റെ വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കുന്നു. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ ഹൃദയം നിർഭയമായി വസിക്കും. എനിക്ക് വിരോധമായി എത്ര ശക്തമായ പോരാട്ടം ഉയർന്നാലും ഞാൻ ഇന്ന് രാത്രി വാഗ്ദത്തത്താൽ അതിനെ ജയിക്കുകയാണ്. ഈ രാത്രി വാഗ്ദത്തം വിളിച്ചു പറയുന്ന ദൈവമക്കൾ ഇവിടെയുണ്ടോ? നിന്റെ പുറകിൽ സ്വർഗത്തിന്റെ സൈന്യം എഴുന്നേൽക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ര നിഗൂഢമായ സാത്താന്യ പോരാട്ടങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെ തകർക്കേണ്ടതിന് നിന്റെ അധരങ്ങളെ ആയുധമാക്കി നിന്റെ മനോമണ്ഡലത്തിൽ കെട്ടിടുമ്പോൾ ഈ രാത്രി ഉപവാസത്തിന്റെ 3-ാം രാത്രി കർത്താവ് അതിനെ അഴിച്ചു മാറ്റാൻ തുടങ്ങുന്ന രാത്രിയാണ്. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എനിക്കിന്ന് രാത്രി നമ്മൾ ജയമെടുക്കണം. അബ്ദൽ കടക ദിഗജ ദിഗര ദാരക ജാദൽ കടകേ ദിഗജ ഔദൽ കടക ദിഗജ ദിഗന ദാരക ജാദൽ കടക ദിഗജ ആദഗരാദൽ കടക ദിഗജ ദിഗര ദാരക ജാദ രാജ. ഓ രക്തത്താൽ ജയം. രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെയും, എനിക്കിന്ന് രാത്രിയിൽ ഈ സാത്താന്യ പോരാട്ടങ്ങളുടെ മേൽ ഒന്ന് ജയമെടുത്തേ പറ്റൂ എന്ന് കൊതിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? മനസ്സിലാക്കാൻ കഴിയാത്ത നിലകളിൽ കുടുംബത്തിനകത്ത് ആധിപത്യം പുലർത്തുന്ന ഈ ആധിപത്യത്തെ ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് തകർക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേരിവിടെയുണ്ട്? നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണ് പോരാട്ടം ശക്തമാകുന്നത്. പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് യുദ്ധം പ്രബലമായിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന 21 ദിന പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരം കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ രാത്രി നിങ്ങൾ ചെല്ലുന്നതിന് മുൻപ് യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീടിന്മേൽ വെളിപ്പെടുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. അസാധാരണമായി ഉയർന്നിൽക്കുന്ന ചില ബന്ധനങ്ങളെ കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. ഗ്ലോറി, ഗ്ലോറി. ഞാൻ ഈ രാത്രി എന്റെ മുൻപിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യുവങ്ങളോട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര നിഗൂഢമാണ് നിങ്ങളുടെ നാവുകളെ കൊണ്ട് സാത്താൻ ചെയ്യിപ്പിക്കുന്ന ചില പദ്ധതികൾ. അപ്പക്കണ്ണം മുക്കി വായിൽ കൊടുത്തപ്പോൾ അവന്റെ ഉള്ളിൽ സാത്താൻ കടന്നിട്ട് ചെയ്യിച്ച ആദ്യത്തെ കർമ്മം കേൾക്കണോ? ശ്രദ്ധിക്കൂ. യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടതിന് തോന്നിപ്പിച്ചു. അതിന്റെ അർത്ഥം വിശുദ്ധമല്ലാത്ത പല തോന്നലുകളും ജീവിതത്തിൽ ഉയർത്തി ആ തോന്നലുകൾക്കനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കത്തക്ക ഒരു അദൃശ്യ ശക്തി ഇതിന്റെ പുറകിൽ നിന്ന് പോരാടുകയാണ്. പല കുടുംബ തകർച്ചയുടെയും പുറകിലത്തെ കാരണം എന്താ? തോന്നലിലേക്ക് വ്യാപരിക്കുന്നു. നിങ്ങൾക്കറിയാം, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് പ്രസിഡന്റിനെ കുറിച്ചുള്ള പല സങ്കല്പങ്ങളുമുണ്ട്. പക്ഷേ യുദ്ധകാര്യ സെക്രട്ടറി തുറന്നു കിടക്കുന്ന കതകിലൂടെ അകത്തോട്ട് നോക്കിയപ്പോൾ വേദപുസ്തകം തുറന്നു വെച്ച് കട്ടിലിൽ തുറന്നു വെച്ച് വേദപുസ്തകത്തിനൊന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട്
ഈ ജനത്തെ നയിക്കേണ്ടതിന് ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ എന്നൊരു പ്രസിഡന്റിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പക്ഷെ നിങ്ങൾ ഓർക്കണം, അദ്ദേഹത്തിന്റെ കുടുംബജീവിതം പരാജയമായിരുന്നു. വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങൾ ഒരു മോട്ടലിൽ വെച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപിലിരിക്കുന്ന ഭർത്താവിന്റെ മുഖത്തോട്ട് ചൂട് ചായ എടുത്തെറിയുന്ന സമയം തുടച്ചു കൊടുത്തത് ആ ഹോട്ടലിന്റെ ഉടമസ്ഥനായിരുന്നു. പലപ്പോഴും കുടുംബത്തിന്റെ തകർച്ച നിമിത്തം തൻ്റെ അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരാൻ തന്നെ മടിയായിരുന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം അക്ഷരാർത്ഥത്തിൽ ജീവിത മാതൃകയാക്കി ഏറ്റുവാങ്ങാൻ കൊതിച്ച ഒരു റഷ്യൻ എഴുത്തുകാരനുണ്ട്. പറയാമോ ആരാണെന്ന്? ടോൾസ്റ്റോയ്. അന്നാ കരീന, യുദ്ധവും സമാധാനവും എന്നീ ഗ്രന്ഥങ്ങൾ കുറിച്ച ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ ശവമടക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞു, മോളെ, എനിക്ക് ഭ്രാന്തായിരുന്നു. വായിൽ കറുപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് കിണറിന്റെ തൊടിയിൽ ചാടിക്കയറി ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്നു. ഒരു ദിവസം എഴുത്തുമുറിക്കകത്തിരിക്കുമ്പോൾ 3 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ കൈമാറിയ പഴയ സ്നേഹലേഖനവുമായി ഭാര്യ അകത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. ടോൾസ്റ്റോയ് വായിച്ച് കേൾപ്പിച്ചു. ആദ്യകാലത്തെ കഥ, സ്നേഹപൂർണമായ കത്ത്. എന്നിട്ട് ആ കാലം ഇനിയും തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ, ഒത്തിരി താമസിച്ചു പോയി പ്രിയേ എന്നായിരുന്നു മറുപടി. വീണ്ടും കലഹം. അവസാനം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അവസാനം ടൈഫോയിഡ് ബാധിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മഞ്ഞിനകത്ത് മരണം വരിക്കുമ്പോൾ ടോൾസ്റ്റോയുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് എന്താണെന്ന് അറിയാമോ? എന്റെ ഡെഡ് ബോഡി എന്റെ ഭാര്യയെ കാണിക്കരുത്. അയ്യോ, തകർന്നു പോയി. ഇന്ന് രാത്രി കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾ ഓർക്കുക, നിന്റെ മറ്റു മേഖലകൾ തോന്നലുളവാക്കുന്നതിനേക്കാൾ നീ ജീവന് തുല്യം സ്നേഹിക്കേണ്ട ഭാര്യയോട്, ഭർത്താവിനോട് വികാരപരമായ ആത്മബന്ധങ്ങളെ തകർത്ത് സാത്താൻ അവിടെ വിജയമെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കെട്ടുകളെ അഴിക്കാൻ യേശുവിൻ്റെ കരം ചലിക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ശബ്ദമുയരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധാത്മാവിൽ രാത്രി ശക്തമായി ഇടപെടുന്നു. നിന്റെ നാവിൽ ഉയരേണ്ടത് ശാപവചനങ്ങളല്ല. ശരീരം സ്വയം മുറിവേൽപ്പിക്കുന്ന ആ മൃഗപ്രായനായ മനുഷ്യനെ പോലെ ശാപവാക്കുകൾ കൊണ്ട് കുടുംബത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു ഭർത്താവാണോ താങ്കൾ? ഒരു ഭാര്യയാണോ താങ്കൾ? നിങ്ങളുടെ കുടുംബത്തിന്മേൽ ഇന്ന് രാത്രി അനുഗ്രഹം വ്യാപരിക്കണം. ആ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയണം. ആ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഈ ദൂതിന് മുൻപിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനകത്തൊരു ജയമെടുക്കണം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് എൻ്റെ കുടുംബത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വ്യക്തിത്വത്തെ തകർക്കാൻ പോരാടിക്കൊണ്ടിരിക്കുന്നു. എനിക്കിന്ന് രാത്രി ജയമെടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് 2 കൈകളും വെച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഈ ദൂത് ഇന്ന് രാത്രി ഒരു സാധാരണ ദൂതായി മറവിയുടെ മാറാപ്പിൽ തള്ളിക്കളയരുത്. ഇന്ന് രാത്രി ചില വ്യക്തികൾക്ക് നേരെ ദൈവത്തിൻ്റെ ആത്മാവ് വിരൽ ചൂണ്ടി പറയുന്ന ആലോചനയാണ്. നിന്റെ കുടുംബത്തിനകത്ത് മറ്റു മേഖലകളെ പിടിച്ചടക്കുന്നതിന് മുൻപ് നിന്റെ ചിന്താമണ്ഡലത്തെ ബന്ധിച്ച് നിന്റെ തോന്നലിൻ്റെ മേഖലയിൽ ലോക്കിട്ട് കഴിഞ്ഞാൽ മറ്റു മേഖലകളെ യഥേഷ്ടം അവന് പിടിച്ചടക്കാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഡിപ്രഷന്റെ ആത്മാവ്, ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഹാലൂസിനേഷന്റെ ആത്മാവ്, ഇന്ന് രാത്രി കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംശയത്തിന്റെ ആത്മാവ് യേശുവിൻ്റെ രക്തത്താൽ ഈ ഗ്രൗണ്ട് വിട്ട് പുറത്താകട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ ഈ കുടുംബങ്ങളുടെ മേൽ ചിലത്
വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങളുടെ മേൽ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ കാലതാമസങ്ങൾ ഈ പ്രാർത്ഥനയുടെ വേളയിൽ ഈ 9:20 യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഓ ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ വിടുതലുകൾ പ്രതിഫലിക്കട്ടെ. പാസ്റ്ററേ, ഈ ദൂത് എനിക്കുള്ള ദൈവികാലോചനയാണ്. എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഉപവാസത്തിൻ്റെ 3ാമത്തെ രാത്രി വ്യക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. നീ ഒരു യുദ്ധക്കളത്തിൽ തന്നെയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിൻ്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഈ 9:30 അടുത്ത സമയം അസാധാരണമായ തേജസ്സിൻ്റെ ദ്രവത്വമില്ലാത്ത കരം ഈ കരങ്ങളുടെ മേൽ രാത്രി ഇറങ്ങി പിടിക്കട്ടെ. ഒരു പുത്തൻ അധ്യായം ഈ ഉയർന്ന കരങ്ങൾക്കായി തുറക്കപ്പെടേണ്ടതിനും ഭവനത്തിൻ്റെ വാഗ്ദത്തത്തെ തച്ചുടയ്ക്കാൻ വാദിക്കുന്ന ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറേണ്ടതിനും നിന്റെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. കടന്നു നീ